അസ്സലാമു അലൈക്കും. എല്ലാവരും ഒന്ന് നീറ്റ്. ഇനിയിരിക്കും. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. നമ്മളെല്ലാം വിശ്വാസികളാണല്ലോ. വിശ്വാസികൾക്ക് ഏറ്റവും പരമമായൊരു ലക്ഷ്യമുണ്ട്. എന്താണ് ലക്ഷ്യം? പരലോക വിജയം. അപ്പൊ ആ പരലോക വിജയമാണ് നമ്മളുടെ ലക്ഷ്യം. അപ്പൊ നമ്മൾ ഈ പറയുന്നതിന്റെ ഒക്കെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അദ്ദുന്യ സാഅ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയങ്ങളാണ്. ഫജ്അൽഹാ ത്വാഅ, ആ സമയങ്ങൾ നമ്മൾ എന്താക്കണം? അള്ളാഹുവിന് വഴിപ്പെട്ട് ഇബാദത്തുകളൊക്കെ ചെയ്ത് ആ സമയങ്ങൾ നമ്മൾ ചെലവഴിക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ ഏറ്റവും നമ്മൾക്ക് ഇബാദത്ത് മാത്രമല്ലല്ലോ, പല പഠിക്കാനുണ്ടാവും, ജോലി ചെയ്യാനുണ്ടാവും, അങ്ങനെ പല ജോലികളുണ്ടാവും. അപ്പൊ നമ്മൾ അതിനെയൊക്കെ ഇബാദത്താക്കി മാറ്റിയാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പരലോകത്ത് വിജയിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ സമയത്തിന്റെ മൂല്യം നമ്മള് പറയുകയാണെങ്കിൽ ഫെലീസി എന്നാ പ്രഖ്യാപിച്ചത്? 1.5 മാസം മുമ്പ് പ്രഖ്യാപിച്ചു, അല്ലേ? 1.5 മാസം മുമ്പ് നിങ്ങൾക്ക് പ്രസംഗിക്കാനുള്ള വിഷയം തന്നു, പഠിക്കാനുള്ള മാറ്ററുകൾ കിട്ടി, എല്ലാം റെഡി ആയിരുന്നു. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ഫെലീസി ഇനി ഉണ്ടല്ലോ 1.5 മാസം എന്ന് കരുതി എന്ത് ചെയ്തു? ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി. അങ്ങനെ എന്ത് ചെയ്തു? ഫെലീസിയെ 26-ാം തീയതി എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്തു? 22-ാം തീയതി പഠിക്കാൻ തുടങ്ങി. 2 ദിവസം കൊണ്ട് തട്ടിക്കൂട്ടി പഠിച്ചു. മത്സരത്തില് സ്ഥാനം ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടാകാം. ഈ അവസാനത്തെ 3 ദിവസം നമ്മൾ എന്ത് ചെയ്തു? കഷ്ടപ്പെട്ട് പഠിക്കുകയോ പഠിക്കാതിരിക്കുകയോ ചെയ്തു. ഈ സമയം കിട്ടണമെങ്കിൽ ഈ 2 ദിവസത്തിൽ കൂടുതൽ കിട്ടാൻ നമ്മളിനി എത്ര പൈസ ചെലവഴിച്ചാലും കിട്ടൂല. അതാണ്. ഇനി കോടികൾ, എത്ര കോടി ഉണ്ടെങ്കിലും സമയത്തിന് ആ സമയത്തുള്ള മൂല്യം ഉണ്ടാവും. ആ സമയത്ത് പിന്നെ എത്ര കോടി ചെലവഴിച്ചാലും നമുക്ക് പറ്റൂല. അപ്പൊ എന്ത് ചെയ്യണം? 1.5 മാസം മുമ്പ് തന്നെ നമ്മൾ അതിനുള്ള പ്രിപ്പറേഷൻ ഉണ്ടാവണം. ആ സമയത്ത് നമ്മൾ വെറുതെ കളഞ്ഞ് എന്തുകൊണ്ടാ? സമയം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടല്ലേ? ആ സമയത്തെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മൾ ദേവാ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളല്ലേ? 7 വർഷമുണ്ട്. 7 വർഷം പഠിക്കുന്ന ആൾക്കാരാണ്, ഏകദേശം ആൾക്കാരല്ല. അപ്പൊ 7 വർഷത്തിൽ വെള്ളിയാഴ്ച ഉറങ്ങാൻ തീരുമാനിച്ച ആൾ, 7 വർഷത്തിൽ വെള്ളിയാഴ്ച ഉറങ്ങാൻ തീരുമാനിച്ച ആൾ എന്ത് ചെയ്യും? ആഴ്ചയിൽ 7 ദിവസം ഉള്ളത്, 7 വർഷമുണ്ട്. അപ്പൊ 7 ദിവസത്തിൽ 1 ദിവസം ഉറങ്ങിയാൽ 7 വർഷത്തിൽ 1 വർഷം ഉറങ്ങി എന്നുള്ളതാ അതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 7 വർഷം പഠിക്കുന്നുണ്ടെങ്കിലും ആകെ 6 വർഷം യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നുള്ളൂ? പഠിക്കുന്നുള്ളൂ എന്നുള്ള. പിന്നെ നമ്മള് വിശ്വാസികളാണല്ലോ. അതുകൊണ്ട് നമ്മളെ എല്ലാ കർമ്മങ്ങളിലും എന്ത് ചെയ്യണം? നിയ്യത്ത് ഉണ്ടാവണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത്? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. എല്ലാ കർമ്മങ്ങളും എന്തുകൊണ്ടാണ്? നിയ്യത്തുകൾ കൊണ്ടാണ്. അതോ അതിന്റെ സിഹത്ത്, അതിന്റെ സ്വീകാര്യത എന്തുകൊണ്ടാണ്? നിയ്യത്ത് കൊണ്ടാണ്. ഉദാഹരണം പറഞ്ഞാല് നമ്മൾ പഠിക്കുന്നത് ഏറ്റവും വലിയ ഇബാദത്താണ്. മഹല്ലിലേക്ക് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഫഇന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി അഫ്ളലു തആത്തി വഔലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്ത്. അതോ നമ്മൾ പഠിക്കുന്നതാണ് ഏറ്റവും വലിയ ഇബാദത്ത്. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഞാൻ ആഖിറത്തിന്റെ വിജയത്തിന് വേണ്ടിയാണ്, അള്ളാന്റെ ദീൻ പ്രചരിപ്പിക്കാനാണ്, ദൈവത്തിന് വേണ്ടിയാണ് എന്നൊക്കെ കരുതിയാൽ എന്ത് ചെയ്യും? അല്ലെങ്കിലും കൂലി കിട്ടും, അതിന്റെ പുറമെ കുറെ കൂലി അധികം കിട്ടും ചെയ്യും. മനസ്സിലായോ? പിന്നെ നമ്മള് ഭക്ഷണം കഴിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, നാട്ടിൽ പോകുന്നുണ്ട്, അവിടെ ഒരുപാട് സമയമുണ്ടല്ലോ. ആ സമയത്ത് നമ്മൾ എങ്ങനെ ചെലവഴിക്കുക? നമ്മളിവിടെ ഒന്നും ചെയ്യാതെ മിണ്ടാതിരുന്നു വിചാരിക്കോ, ആ സമയം നമ്മളുടെ ജീവിതത്തിൽ നിന്നുള്ള പാഴായ സമയമായിരിക്കും. അപ്പോ പാഴായ സമയം എന്ന് പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ സമയത്തെയും ഇബാദത്താക്കാൻ നോക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുമല്ലോ, ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എന്ത് കരുതണം? ഹിഫ്ളുള്ളവരെന്ത് കരുതണം? എനിക്ക് ഖുർആൻ ഓതാനുള്ള ആരോഗ്യത്തിന് വേണ്ടി
ഞാൻ ഭക്ഷണം കഴിക്കുന്നു എന്ന് കരുതണം. അപ്പൊ എന്തായി? ഇബാദത്തായി. ആ സമയത്തെയും നമ്മൾ എന്താക്കി? ഇബാദത്താക്കി. പിന്നെ ദൈവക്കാരെന്ത് കരുതണം? എനിക്ക് ഓതി പഠിക്കണം, എനിക്ക് കിതാബ് ഓതണം എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യണം? ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം. അപ്പൊ ഓരോ കർമ്മത്തിലും ഓരോ കർമ്മം എന്തായി മാറി? ഇബാദത്തായി മാറി. പിന്നെ നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയമുണ്ടല്ലോ, ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയങ്ങളുണ്ട്, വെറുതെ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന സമയങ്ങൾ, അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ സ്വലാത്ത് ചെല്ലണം. ആ സ്വലാത്തിന് വലിയ പ്രത്യേകത ഉണ്ട്. ചെറിയ സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരി വഅഹ്ലി, എല്ലാവർക്കും ചെല്ലാൻ പറ്റിയ ചെറിയ സ്വലാത്താണ്. അപ്പൊ എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കുന്ന, വെറുതെ നോക്കിയിരിക്കുന്ന സമയത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരി വഅഹ്ലി എന്ന് ചെല്ലുക. അപ്പൊ എന്ത് ചെയ്തു? ആ സമയവും എന്തായി? ഇബാദത്തായി. അപ്പം മനുഷ്യ ഒരു 60 കൊല്ലം ജീവിച്ച ആ ജീവിതത്തിൽ അവന്റെ സമയങ്ങളെ നമ്മൾ ബുദ്ധിപരമായി ഉപയോഗിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അനായാസം എന്ത് ചെയ്യാൻ പറ്റും? പരലോക വിജയം നേടാൻ പറ്റും. അപ്പൊ നമ്മൾ ഓരോ സമയത്തിന് നമ്മൾ നല്ല വില കൊടുക്കണം എന്ന് മനസ്സിലായി. അതാണ് മഹാന്മാര് പറഞ്ഞത്, നിയ്യത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി. വിശ്വാസിയുടെ പ്രവർത്തനങ്ങളെക്കാൾ പ്രാധാന്യം എന്തിനാ ഉള്ളത്? നിയ്യത്തിനാണ്. എന്നുവെച്ചാല് അവന്റെ പ്രവർത്തനം എന്തോ ആയിക്കോട്ടെ. എന്ന് വെച്ചാല് ഉദാഹരണം പറഞ്ഞ അല്ലാഹു തആല എന്ന് പറഞ്ഞ വലിയ കാര്യങ്ങളാണ്. മൻജാ ബിൽ ഹസന ഫലഹു അശ്റു അംസാലിഹ. ആരെങ്കിലും ഒരു നന്മ കൊണ്ടുവന്നാൽ അല്ലാഹ് 10 ഇരട്ടിയാ കൊടുക്കുക. വമൻ ജാ ബിസയ്യിഅ, ആരെങ്കിലും ഒരു തിന്മ കൊണ്ടുവന്നാലോ ഫലാ യുജ്സാ ഇല്ലാ മിസ്ലുഹ, അതല്ലാതെ എന്ത് ചെയ്യില്ല, അവനക്ക് കൊടുക്കൂല. അപ്പോ എന്ന് പറഞ്ഞാല് സമയത്തിന് വളരെ വിലയുണ്ടെന്ന് മനസ്സിലായല്ലോ. വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.